ഹായ് നമസ്കാരം, ഞാൻ പ്രിയങ്ക. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പടവലങ്ങയും തക്കാളിയും ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിൾ കറിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണം പടവലങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 തക്കാളി, 2 പച്ചമുളക്. ഇത് നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ചീനച്ചട്ടിയിലോട്ടാണ് ആക്കി കൊടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഒരു തണ്ട് കറിവേപ്പില, ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരും, അത്രയും നേരം നമുക്ക് ഇത് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൂടി തയ്യാറാക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഒരു 4 കാന്താരി, എരിവിന് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുക്കാമേ, ഒരു 1/2 സ്പൂൺ നല്ല ജീരകം, ഒരു 4 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ചുവന്നുള്ളി. ഇത്രയും നല്ലതായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ വേവാൻ വെച്ചിരുന്ന തക്കാളിയും പടവലങ്ങയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തത് പറ്റി പകുതി ആയിട്ടുണ്ട്. തക്കാളി കണ്ട നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ലോയിലാക്കണേ. ഇതിട്ടിനി ഒത്തിരി തിളപ്പിക്കാനായിട്ട് നിൽക്കരുത്, പിരിഞ്ഞു പോകും. ഈ കറിയുടെ ടേസ്റ്റൊക്കെ അങ്ങനെ തിളപ്പിച്ച് കഴിയുമ്പം നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ടാകൊണ്ടാണ് ഞാൻ ആ ജാർ കഴുകിയ വെള്ളം കൂടി ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കറിയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഒത്തിരി തിളപ്പിക്കരുത്, ചെറുതായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിടണം. കണ്ടോ, ഇതുപോലെ ഒന്ന് തിള വരും. ആ സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയിട്ട് ഇനി കടുക് പൊട്ടിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനായിട്ടൊരു പാന് ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേന് നമുക്ക് ഇതിനകത്ത് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കടുകെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഈ സമയം ഒരു വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില, ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന സവാളയാണ് ഞാൻ ഇതിനകത്തോട്ട് ചെറുതായിട്ട് നരിഞ്ഞിട്ട് കൊടുത്തത്. നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. എന്നിട്ട് ഒരു 1/4 സ്പൂൺ അളവിൽ ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇല്ലെങ്കിൽ ഫ്ലെയിം കൂട്ടിയിട്ട് കഴിയുമ്പോൾ ഓഫ് ചെയ്യാതിരുന്നാൽ ഈ മുളക് പൊടി കരിഞ്ഞു പോകുന്നതുകൊണ്ടാണ്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കറിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.